ബണ്ണി അടിപൊളിയായിട്ട് നീന്തുന്നുണ്ട്. അടിച്ചു പൊളിച്ചു തിമിർത്തു. നീന്തി നീന്തി ഒരു ദിവസം ഞാൻ ഡിസ്ട്രിക്ട് ചാമ്പ്യൻ ആയിട്ട് മാറും. പിന്നെ സ്റ്റേറ്റ്, പിന്നെ നാഷണൽ, പിന്നെ വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കും ഞാൻ. അങ്ങനെ വേൾഡ് ചാമ്പ്യൻ ആകും ഞാൻ. എല്ലാ ന്യൂസ് പേപ്പറിലും എന്റെ ഫോട്ടോ വരും. എല്ലാ ന്യൂസ് ചാനലുകളിലും എന്നെ പറ്റിയുള്ള ചർച്ചകളായിരിക്കും. ആരാധകരുടെ ലൈൻ ആയിരിക്കും ലൈൻ. നിങ്ങളുടെ ബണി സ്റ്റാർ ആകും, സ്റ്റാർ. സ്വപ്നങ്ങൾ നിർത്തടാ. നീ എന്നെ തോൽപ്പിച്ചാൽ മാത്രമേ നിനക്ക് ചാമ്പ്യൻ ആകാൻ കഴിയുകയുള്ളൂ. സണ്ണി, നീ സൂത്രശാലിയാണ്, ചാണക്യനാണ്. പറഞ്ഞു വരികയാണെങ്കിൽ നീ സണ്ണിയേ അല്ല. അപ്പൊ പിന്നെ എന്താ, എനിക്കാണെങ്കിൽ സണ്ണി എന്നുള്ള പേര് മാത്രമേ അറിയുള്ളൂ. ഇവൻ എന്റെ മുന്നിൽ കുട്ടിയാണ്, ബുദ്ധിയില്ലാത്ത വെറും കഴുതയാണ്. ഈ ചലഞ്ച് എന്റെ വാശിയാണ്. ഏറ്റവും വലിയ സ്വിമ്മർ ആരാണെന്ന് നമുക്ക് അധികം താമസിക്കാതെ തന്നെ കാണാം. ആഹാ, നിങ്ങൾ വളരെ നന്നായി നീന്തുന്നുണ്ടല്ലോ. താങ്ക് യു. അയ്യോ, നിങ്ങളുടെ കാര്യമല്ല, ഞാനിതാ ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞത്. ബണ്ണിയെ കൊണ്ട് 5 മണിക്കൂർ തുടർച്ചയായിട്ട് നീന്താൻ കഴിയും. അടിപൊളി. അപ്പൊ ഇനി മുതൽ ബണ്ണിയാണ് സ്റ്റാർ. അല്ലെങ്കിലും ഞങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്റ്റാറുകളാണ്. സാധാരണ ഞങ്ങളാണ് സ്റ്റാർസ് ഉണ്ടാക്കാറ്. ഇങ്ങനെയുള്ള സമയത്ത് സാഹചര്യം പോലും ഞങ്ങൾക്ക് അനുകൂലമായി മാറാറുണ്ട്. സ്ഥലവും ഞങ്ങളുടേതായിരിക്കും. മിന്നിത്തിളങ്ങുന്നത് ഞങ്ങളുടെ ജീവിതവുമായിരിക്കും. സംശയം കൊള്ളാൻ കൊച്ചളിയ, ഇങ്ങനെ നീന്തുവാണെന്നുണ്ടെങ്കിലേ നീ ഇംഗ്ലീഷ് ചാനൽ മാത്രമല്ല, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, റഷ്യ, അങ്ങനെ എല്ലാ ചാനലും നീന്തി കിടക്കും. അതെ, പക്ഷെ അതൊന്നും കാണാൻ നീ ജീവനോടുണ്ടാവില്ല. നിങ്ങൾക്കറിയില്ലേ, എന്റെ ഹസ്ബൻഡ് ഒരു ബോക്സറാ. ബോക്സർ. നിനക്ക് എപ്പോ നോക്കിയാലും ഈ ഒരു ഐഡിയ പറയാനുള്ളോ? അവർക്കറിയാം ഞാൻ ബോക്സർ ആണെന്ന്, അതുകൊണ്ടല്ലേ ആ ഗ്ലൗസ് മോഷ്ടിച്ചത്. എന്നോട് സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. അറിയാലോ, എന്റെ ഹസ്ബൻഡ് ഒരു ബോക്സറാ. ബോക്സർ. ഞാൻ തന്നെയല്ലേ നിന്റെ ഹസ്ബൻഡ്. നീ ദുഷ്ടൻ, ക്രൂരൻ, കാലൻ, കണ്ണിച്ചോരയില്ലാത്തവൻ. നീ എന്താ പറഞ്ഞത്? ഇതൊന്നുമല്ല, ഒരിക്കലുമല്ല. പിന്നെന്തിനാ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നേ? അല്ല, എന്താ പറ്റിയത്? ഞാൻ എന്റെ ഗ്ലൗസ് കഴുകി വീടിന് പുറത്ത് ഉണക്കാനിട്ടതാണ്. ആരോ ഒരു ഗ്ലൗസ് മോഷ്ടിച്ചു. രാത്രി വിശന്നപ്പോ കണ്ണി കണ്ടതെല്ലാം വലിച്ചു കയറ്റി ആരും എന്റെ ഷൂ അടിച്ചു മാറ്റി. അടി കൈ എന്തോന്ന് അടി കൈ? ആരും കൈയടിക്കരുത്. ഈ ഏരിയയിൽ മോഷണോ? ആ കള്ളൻ അറിയില്ലെന്ന് തോന്നുന്നു. ഈ സ്ഥലം ഞങ്ങളുടെ സ്ഥലമാണെന്ന്, ഇവിടുത്തെ ജനങ്ങളും ഞങ്ങളുടെ ജനങ്ങളാണെന്ന്, പിന്നെ ഇവിടുത്തെ സാധനങ്ങളും ഞങ്ങളുടേതാണ്. സംശയമുണ്ടോ? ഇതൊക്കെ നമ്മുടേതാണെങ്കിൽ പിന്നെ ഇവരെന്തിനാ കിടന്ന് വിഷമിക്കുന്നത്? ജനിക്കുമ്പോഴാണെങ്കിലും മരിക്കുമ്പോഴാണെങ്കിലും ആരും ഒന്നും എവിടേക്കും കൊണ്ടുപോകുന്നില്ല. പിന്നെ ഇക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എടാ, ഇത് സാഹിത്യം പറയാനുള്ള സമയമല്ല, ആലോചിക്കാനുള്ള സമയമാണ്. ഈ നടക്കുന്നത് അത്ര നല്ലതല്ല. അതായത് ചെറിയ സാധനങ്ങളാണ് ഇപ്പൊ മോഷണം പോകുന്നത്. നാളെ ചിലപ്പോൾ വലിയ സാധനങ്ങൾ മോഷണം പോകും. ചിലപ്പോ നാളെ നമ്മളും മോഷണം പോയെന്ന് വരാം. കൊച്ചളിയ, നീ പറയുന്നത് ശരിയാണ്, ഞാൻ എല്ലാം കണ്ടു. അതെ, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. പലരുടെയും പല സാധനങ്ങളും മോഷണം പോകും. ചിലരുടെ തൊപ്പി മോഷണം പോകും, ചിലപ്പോ മുടി മോഷണം പോകും. പിന്നെ നടേശന്റെ മീശ വരെ മോഷണം പോയെന്ന്. വഴിയരികിൽ സാധനങ്ങൾ വിലക്കുറവിൽ, വഴിയരികിൽ സാധനങ്ങൾ വിലക്കുറവിൽ. ചേട്ടാ, അല്ലെങ്കിലും വഴിയരികിലെ സാധനങ്ങൾക്ക് വിലക്കുറവായിരിക്കുമല്ലോ. ചേട്ടാ, ഇത് ഏത് വഴിയരികിലെ സാധനങ്ങളാണെന്ന് ചേട്ടൻ ഇതുവരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിദേശത്തെ വഴിയരികിലെ സാധനങ്ങളാണിത്. എന്നിട്ട് ഞങ്ങൾ ഇത് വിലക്കുറവിലാണ് കൊടുക്കുന്നത്. വാങ്ങിക്കൂ, വാങ്ങിക്കൂ. വന്നട്ടെ സാറേ, വന്നട്ടെ. ഈ ഇമ്പോർട്ടന്റ് കളിപ്പാട്ടം കിട്ടുമ്പോൾ സാറിന്റെ കുട്ടി വളരെ സന്തോഷത്തിലാകും, സാറിനെ ബഹുമാനിക്കും. വലുതാകുമ്പോൾ നിങ്ങളെ നന്നായി നോക്കും. ഈ ഒരു കളിപ്പാട്ടം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നതാണ്. വാങ്ങിയാട്ടെ, വാങ്ങിയാട്ടെ. വന്ന് ഇമ്പോർട്ടന്റ് കളിപ്പാട്ടം വാങ്ങിക്കൂ. ഒരാൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതവന് കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ എന്താണോ കിട്ടുന്നത് അതാരും ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇവിടെ ഗംഭീര ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ടിന് മുകളിൽ വേറെ ഡിസ്കൗണ്ട്, അതിന് മുകളിൽ വേറെയും. സംശയമുണ്ടോ? അയ്യോ, ആരും പോവരുതേ. അല്ല, നിങ്ങൾ എങ്ങോട്ടായി പോന്നേ? അയ്യോ, നിക്കൂ. നിൽക്കാനല്ല പറഞ്ഞേ. പറയൂ സാർ, സാറിന് എന്താണ് വേണ്ടത്? പിരിവ്, കഫ്ത,
കാശ്. അത് ശരി, എന്തിന്റെ പേരിലുള്ള പിരിവാ? എന്തിനു വേണ്ടിയുള്ള പിരിവാണെന്ന്? സ്മാർട്ട് ബോയ്, ഇത് എന്റെ ഫ്ലീ മാർക്കറ്റ് ആണ്. ഞാനാണ് ഇവിടുത്തെ ദാദാ. ഇവിടെ കട നടത്തണമെങ്കിൽ എനിക്ക് പിരിവ് തന്നേ പറ്റൂ. ഐ ആം എ റൈറ്റ് ബോയ്സ്. ദാ നോക്കൂ, ഞങ്ങളുടെ ഈ സാധനങ്ങൾ അത്യാവശ്യമായിട്ട് വിറ്റേ പറ്റൂ. താങ്കൾ മഹാനാണ്, ദയാലുവാണ്. സത്യത്തിൽ താങ്കൾ ഒരു മനുഷ്യനേ അല്ല. You are under arrest. ആരും തന്നെ അനങ്ങി പോകരുത്. ഇത്രയധികം ഗാങ്സ്റ്റേഴ്സോ? സാർ ചാപ്റ്റർ ആണ്, എന്താ? ബ്രേക്ക് ഇല്ലാത്ത ട്രാക്ടർ ആണ്. സത്യമാണോ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, സാർ ഇൻസ്പെക്ടറേ അല്ല. ആ, അത് ശരി. അതെ, മണ്ടരാണ്. ലോകത്തിലുള്ള എല്ലാ ഗാങ്സ്റ്റേഴ്സിനെയും പിടിക്കാൻ വേണ്ടി 2 കോൺസ്റ്റബിൾസ് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിലുള്ള ഗാങ്സ്റ്റേഴ്സിന്റെ കാര്യമാണോ പറഞ്ഞത്? ഞാൻ ശരിക്കും കേട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ കേട്ടത് ലോക്കൽ ഗാങ്സ്റ്റേഴ്സ് എന്നാണ്. നിങ്ങൾക്ക് ഇവരെ ലോക്കലായിട്ട് തന്നെ കാണാം, കാരണം ഇവർ നന്നായിട്ട് ലോക്ക് ചെയ്ത് ഇരിക്കും. ഞാനാണ് ഡോൺ, കഴിക്കും പാൽ. ഞങ്ങളെ എല്ലാവരെയും നിങ്ങൾ 3 പേര് പിടിക്കുന്നതാണോ? 3 പേരല്ല, 7. ഞങ്ങൾ 4 പേരുണ്ടല്ലോ. 7 വർണ്ണങ്ങൾ പോലെ, 7 സ്വരങ്ങൾ പോലെ. ഞങ്ങൾ 7 പേരും ചേർന്ന് നിങ്ങളുടെ തൊണ്ടയിലെ സ്വരം മാറ്റിയെടുക്കും. സംശയം? പോപ്പട്ടെ, ഇന്ന് ഞാൻ നിനക്ക് നല്ലൊരു അടിപൊളി ഐസ്ക്രീം വാങ്ങിച്ചു തന്നിരിക്കും. നീ എന്റെ സൈസിന് പറ്റിയവരാ. ഇങ്ങോട്ട് വാടാ. എല്ലാടെ സുഹൃത്താ, ഇതാ നോക്ക്, എനിക്കൊരു സൈക്കിൾ വീൽ കളഞ്ഞു കിട്ടിയിരിക്കുന്നു. ഇവിടെ വരൂ. സൈക്കിളിന്റെ ടയർ വേസ്റ്റ് ഒന്നുമല്ല, ഇങ്ങനെ കളഞ്ഞു കിട്ടാൻ മനസ്സിലായോ? നന്നായി ബലം പ്രയോഗിച്ചാല് ഒരു കമ്പി വളഞ്ഞു കിട്ടൂ. കുളത്തിലെ വെള്ളം അനക്കാതിരുന്നാല് അത് തെളിഞ്ഞു കിട്ടൂ. കറുത്ത എല്ലാവരുടെയും സുഹൃത്താ, ഇത് എന്റെ സൈക്കിളിന്റെ ടയറാണ്. പെട്രോൾ വില കൂടുകയാണോ കുറയുകയാണോ? ഈ കള്ളം വിചിത്രമാണല്ലോ. മോഷ്ടിച്ച സാധനങ്ങൾ ഉപേക്ഷിച്ചു പോവുകയാണോ? ആ, മനസ്സിലായി. അവന്റെ ഉദ്ദേശം മോഷണമല്ല, എല്ലാവരും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവന്റെ ഒരു ഹോബിയാണ്. അവനെ വേഗം നമുക്ക് പിടിക്കണം, അല്ലെങ്കിൽ ഇനി അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അറിയില്ല, ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പണി തന്നെ അവൻ വീണ്ടും വീണ്ടും ചെയ്യും. ആ സമയത്ത് നമ്മൾ അവനെ പിടിക്കും. അവൻ വന്നിരിക്കും, വീണ്ടും വീണ്ടും വന്നിരിക്കും. അല്ല, ഇതേതോ സിനിമയിലെ ഡയലോഗ് അല്ലേ? കള്ളൻ എന്റെ സ്കേറ്റിംഗ് ഷൂ കൊണ്ടോടി. എന്റെ അമ്മോ, കള്ളം പപ്പി. ആരാണ് പപ്പിക്കള്ളൻ? ആരാണ് പപ്പിയെ മോഷ്ടിക്കാൻ ശ്രമിച്ചത്? എടാ മരക്കഴുതേ, ആ പപ്പി തന്നെയാണ് കള്ളൻ. അത് ശരി, അങ്ങനെ വ്യക്തമായിട്ട് പറ. പിന്നെ എന്തിനാ ഇങ്ങനെ കുന്തം വിഴുങ്ങി നോക്കി നിൽക്കുന്നേ? വാ, നമുക്ക് അവനെ പോയി പിടിക്കാം. എടാ, ഒന്ന് വേഗമാവട്ടെ. ആ പപ്പിതാ രക്ഷപ്പെടുകയാ. അതാ അവൻ കുടുങ്ങി. വേഗം പിടിക്കേ. പോപ്പട്ടെ, നീ കിറ്റിയുടെ സ്കേറ്റിംഗ് ഷൂ എടുക്ക്, ഞങ്ങൾ അവനെ പിടിച്ചോളാം. ആദ്യമായിട്ടൊരു സാധനം കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത്. സോറി. ബണ്ണി, വേഗം നീങ്ങ്. സണ്ണി രക്ഷപ്പെട്ടോ.
ഈടാ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ചേട്ടാ ഞങ്ങൾ ബണ്ണിയെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവൻ ഈ കോമ്പറ്റീഷൻ മതിയാക്കി പോകുമല്ലോ. എടാ മണ്ടന്മാരെ, അവൻ പേടിച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെക്കാളും വേഗത്തിലാ അപ്പൊ നീന്തുന്നത്. ഇങ്ങനെ പോവാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും ജയിക്കും. നിങ്ങളുടെ ബുദ്ധിയൊന്നും ഇവിടെ വേണ്ട. ഇവിടുന്ന് വേഗം തന്നെ പൊയ്ക്കോ. ഇവിടെ വരൂ. രണ്ടുപേരും ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ജനങ്ങൾ വാൻസ് നോ, അതായത് ഇവർ രണ്ടുപേർക്കും ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കാനാകുമോ? സ്വന്തം കോൺഫിഡന്റിന്റെ ഫ്രൈ പാനിൽ വിജയത്തിന്റെ ഓംലെറ്റ് ഉണ്ടാക്കാൻ കഴിയുമോ? നായകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എല്ലാ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുന്നവന് ഒരിക്കലും പരാജയം സംഭവിക്കില്ല. അടികൈ. അവര് കൈയടിക്കാൻ നിന്നാ പിന്നെ എങ്ങനെയാ നീന്തുന്നത്? മിണ്ടാതിരുന്നോ അവിടെ, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർ ആക്കി കളയും. ഞാൻ ഡെയിലി പരിപ്പും ചപ്പാത്തിയും കഴിക്കും. ഞങ്ങളുടെ സ്റ്റാർ ആകുന്നത് ബടിയായിരിക്കും. അടികൈ. ഞാൻ സ്വീറ്റ്സ് എടുത്ത് വെക്കുകയായിരുന്നു. എനിക്കറിയാം, ഞാൻ നിന്റെ കയ്യിൽ വന്നിരുന്ന ഈച്ചയെ തല്ലി ഓടിക്കുമായിരുന്നു. ഹണി, കയ്യിലിരിക്കുന്ന ഈച്ചയല്ല, സ്വീറ്റ്സിൽ വന്നിരിക്കുന്ന ഈച്ചയാണ് ഓടിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതൊക്കെ ചീത്തയായി പോകും. അതെനിക്കറിയാം. രക്ഷപ്പെട്ടു. നോക്ക്, ഈ സ്വീറ്റ്സിൽ ഈച്ച വന്നിരിപ്പുണ്ട്. ഇതെന്തായാലും വിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചേക്കാം. എടാ, ആ ലഡുവിൽ അതിന് ഈച്ച ഒന്നും വന്നിരിപ്പില്ലായിരുന്നല്ലോ. ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ പറന്നു പോയതാണ്. പക്ഷെ ഞാനതിനെ കണ്ടില്ലല്ലോ. നിന്റെ ശ്രദ്ധ മുഴുവൻ ഞാൻ ഈച്ച ഓടിക്കുന്നതായിരുന്നില്ലേ? അത് മാത്രമല്ല, ഈ രസഗുള്ളിലിരിക്കുന്ന ഈച്ചയെ പോലെ നീ കണ്ടില്ല. നിന്റെ വായിലെന്താ സോർദാറേ? പിന്നെന്താ നീ ഒന്നും മിണ്ടാത്തെ? ഞാൻ പ്രാണായാമം ചെയ്യായിരുന്നു. നോക്ക്, എന്റെ വായിക്കകത്ത് ഒന്നും തന്നെ ഇല്ല. അപ്പൊ കുറച്ചു മുമ്പല്ലേ രസഗുള കഴിച്ചത്? അതെവിടെ പോയി? നീ എത്രത്തോളം കഴിക്കാതിരിക്കുന്നോ അത്രത്തോളം ഗ്യാസ് കുറച്ചേ വരൂ. നിന്നോട് പറഞ്ഞല്ലേ ലഡു കഴിക്കല്ലേ എന്ന്. ഇത് ഇവന്റെ തെറ്റൊന്നുമല്ല. ചില പലഹാരങ്ങളിലെ ഈച്ച വന്ന് ഇരിപ്പുണ്ടായിരുന്നേ, അത് മാത്രം ഇവൻ എടുത്ത് കഴിച്ചത്. എത്രയാ കഴിച്ചെന്ന്? അധികമൊന്നുമില്ല, ഒരു 8-10 എണ്ണം. അപ്പൊ അതൊക്കെ നീ കൈ കെട്ടി നോക്കി നിൽക്കുവായിരുന്നോ? കുറ്റം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണോ അയാളുടെ സ്ഥാനം കുറ്റവാളിക്ക് മുകളിലാണ്. ഇങ്ങനെയാണോ കട നടത്താൻ പോകുന്നേ? നീ കാരണം എല്ലാവരും വഴക്കേക്കുന്നത് ഈ ഞാനാ. അയ്യോ, രക്ഷിക്കണേ. ഒന്നും മിണ്ടായിടാ, ആ പാല് തണുത്തതാ. ഇവിടെ ആരാണ് ഇങ്ങനെ ഒരു കട തുറന്നത്? നിങ്ങൾ തുറന്നത് കട എന്ന് പറയും, എന്നാൽ ഇതിനെ സ്വീറ്റ് മാർട്ട് എന്ന് പറയും. ഞങ്ങളോട് കോമ്പറ്റീഷൻ നടത്താൻ നോക്കുവാണോ നീ? ഇല്ല, നിങ്ങൾ എന്നോട് കോമ്പറ്റീഷൻ നടത്തേണ്ടി വരും. കാരണം എന്റെ ഷോപ്പ് ഹിറ്റാണ്, ഹിറ്റ്. ഡോൺ, ഞാനാണ് ഡോൺ. കഴിക്കും പാൻ. ഇവിടെ എങ്ങനെ പാൻ മസാല ഒന്നും കിട്ടില്ല. ഏയ്, പാൻ മസാലയൊക്കെ ചേട്ടന്റെ വീട്ടിൽ ഒരുപാട് ഇരിപ്പുണ്ട്. ചേട്ടൻ ഇവിടെ പലഹാരം വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. വന്നട്ടെ, എന്റെ ഷോപ്പിൽ നല്ല സ്വീറ്റ്സ് കിട്ടും. വരൂ. ആന മുട്ടയുള്ള കടയ്ക്ക് പൊട്ടനായ മുതലാളി. സംശയമുണ്ടോ? എനിക്ക് ഫ്രീ ആയിട്ട് ഒരു പലഹാരവും വേണ്ട. സാർ, ഞങ്ങളുടെ കടയിൽ നിന്ന് പലഹാരം വാങ്ങിക്കോളൂ. സാർ ഇന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ രുചി നാളെയും വയൽ തന്നെ ഉണ്ടാകും. അത്രയ്ക്ക് മധുരമുള്ളതൊന്നും ആയിരിക്കരുത്. എന്റെ ഷോപ്പിൽ ലഡ്ഡു ഉണ്ട്, പേടയുണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, രസഗുള്ളയുണ്ട്, പിന്നെ വെണ്ണയുണ്ട്, പാലുമുണ്ട്. ഇവിടെ വരൂ. ഇവൻ നല്ലവനാണ്. ഇവനെ എത്രയും പെട്ടെന്ന് മൂസ സേട്ടുവിന്റെ അടുത്ത് എത്തിക്കണം. വേഗമാവട്ടെ. A to Z കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. മൂസ സേട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അടികൈ. അയ്യോ എന്റെ പുന്നാര പോലെ ജാക്സ, ഞാൻ നിനക്ക് വേണ്ടി നിന്റെ പ്രിയപ്പെട്ട കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിയേ. കേക്ക് പപ്പി കഴിക്കാൻ പറ്റുമോ ഇല്ലെന്ന് ഞാനിപ്പോ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. കാരണം ചെറിയ പപ്പിയല്ലേ. കേക്കിന് കുഴപ്പമൊന്നുമില്ല. വേറെ കേക്ക് ഉണ്ടെങ്കിൽ തന്നോളൂ. നീ നിന്റെ മൂസ സേട്ടിനെ വിട്ട് എങ്ങോട്ടാ പോയത് ജാക്സ? മാത്രമല്ല മേരി നിന്നെ കാണാതെ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? മേരി എന്റെ അമ്മയാണോ? അയ്യോ അല്ലല്ല, മേരി എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ, എന്റെ മിസ്സി.
കൊച്ചലിയ ഇനി നീന്താൻ ഒരു അല്പ ദൂരം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നല്ല ആവേശത്തോടെ നീന്ത, നിങ്ങളെ ഞാൻ സ്റ്റാർ ആക്കി മാറ്റാം. ഓണത്തിന് എല്ലാവരോടും നല്ല ഒന്നാന്തര കസവുമുണ്ട്. ദാ നോക്ക്, മുമ്പിൽ തന്നെ ഫിനിഷിംഗ് ലൈൻ കാണുന്നുണ്ട്. അടുക്കരുത്. അയ്യോ എന്റെ മോൻ. അടുത്തു വന്ന കൊച്ചിനെ കൊല്ലു ഞാൻ. പിന്നെ ആരും പറഞ്ഞേക്കല്ലോ, പറഞ്ഞില്ല എന്ന്. നിൽക്കവിടെ മാൻ. എന്റെ മോൻ. മൈസൺ ടൈസൺ, ഞാൻ തൽക്കാലം ഇവനെ കൊണ്ട് ഇവിടെ നിന്ന് പോവാണ്. ആരെങ്കിലും പുറകെ വന്നാ ഈ കൊച്ചിനെ ഞാൻ കാച്ചിക്കളയും. പിന്നെ ആരും എന്ന് പറഞ്ഞേക്കല്ലേ, പറഞ്ഞില്ല എന്നൊന്ന്. ആ കുട്ടിയെ വെറുതെ വിട്. മൈക്കിൾ സാറേ, സാർ ശക്തിമാനാണ്, ബാറ്റ്മാനാണ്. സത്യം പറഞ്ഞ സാറേ, ഗുണ്ടേ അല്ല. താൻ എന്തായി പറയുന്നേ? ഞാൻ വലിയ ഗുണ്ടയാണ്. അത് തന്നെ പറഞ്ഞേ, താങ്കൾ വളരെ വലിയൊരു ഗുണ്ടയാണ്. സാറിനെ കുറിച്ച് ഗ്രാമങ്ങളിൽ എല്ലാരും വളരെ പേടിയോട് പറയാറുണ്ട്. ഓർമ്മയില്ല ഹണി, നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ മേഡം നമ്മളോട് പറയാറില്ലേ, എന്താ കൊച്ചലിയ പറയാറുണ്ടായിരുന്നേ? മര്യാദയ്ക്ക് ഉറങ്ങിക്കോ, ഇല്ലെങ്കിൽ മൈക്കിൾ കൊല്ലാൻ വരുമെന്ന്. മൈക്കിൾ സാറേ, സാർ ഇത്ര വലിയ ഗുണ്ടയല്ലേ, പിന്നെന്തിനാ സാറിന് ഈ ചെറിയ കുട്ടിയുടെ സഹായം? ഞാൻ പറയുന്നത് ആ കുട്ടിയെ വെറുതെ വിടണമെന്നാണ്. നീ കേട്ടോ? മര്യാദയ്ക്ക് ഉറങ്ങിക്കോ, ഇല്ലെങ്കിൽ കേട്ടില്ലേ, മൈക്കിൾ കൊല്ലാൻ വരുമെന്ന്. ഞാനൊരു ഇഡിയറ്റ് ആണെന്ന് വിചാരിച്ചോന്നേ. ഞാനിവനെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ വെറുതെ വിടുമെന്നാണ് പറയുന്നേ. ഒരിക്കലും വെറുതെ വിടില്ല. സത്യത്തിൽ സാറിന് ശരിക്കും ബുദ്ധിയുണ്ടല്ലോ, അല്ലേ കൊച്ചലിയ? എന്റെ മോനെ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇന്ന് മൈക്കിൾ ഒരു കൊല കൂടി ചെയ്യും. അയ്യോ, എന്താ ചെയ്യുന്നേ? എന്റെ ദേഹത്ത് കൊള്ളുന്നുണ്ട്. ഞാൻ നിന്നെ രക്ഷിക്കോ കൊച്ചലിയ, കുറച്ചൊക്കെ സഹിക്കേ. നീ എന്തായി കാണിക്കണേ? എന്റെ മൂക്കിന് കൂടുതലൊന്നും പറ്റിയില്ല, പക്ഷെ ഇനി പറ്റും. ഒരുമാതിരി വൃത്തിയായിട്ട് കാണിക്കരുത്. എന്റെ അമ്മച്ചിയാണ് സത്യം. എന്തെങ്കിലും ഞാൻ അടിക്കുന്ന ഫയർ ഷോട്ടില് നീ ഓട്ടോക്കായി മാറും. കുട്ടികളെ ദാ നോക്കിയേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്വിമ്മിംഗ് സൂട്ടാണ്. പിന്നെ ഇത് സൂര്യന്റെ പ്രകാശത്തിൽ നിന്നും രക്ഷ നേടുവാനുള്ള സൺഗ്ലാസ്. പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളും. ദാ നോക്കിയേ, ഞാൻ നിങ്ങൾക്കായി ചോക്ലേറ്റും വാങ്ങിയിട്ടുണ്ട്. ചോക്ലേറ്റ് കഴിക്കാൻ ലേറ്റ് ആകരുത്, ഇപ്പൊ തന്നെ കഴിച്ചേക്കാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. ഇതാ, ഞാനിപ്പോൾ സർഫിങ്ങിനായി പോവുകയാണ്. ഈ ഗൗണിന് എത്ര രൂപയാ? അയ്യോ, ചേട്ടനായിരുന്നോ? മാച്ചാണ് മാൻ. ഈ സൈസ് നിങ്ങൾക്ക് ചേരില്ല മാൻ. ചേട്ടൻ തെറ്റിദ്ധരിച്ചതാ. ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ മേഡത്തിന് ഗിഫ്റ്റ് കൊടുക്കാനാ. ഇത് 1000 ഓൺലി ഫ്രണ്ട്സ്. ചേട്ടാ, ഭയങ്കര വിലയാണല്ലോ. ഈ കാശിന് മാസം മുഴുവൻ ഈ പാനിപ്പൂരി കഴിക്കാം. കാശൊന്ന് കുറച്ച് തരണം പ്ലീസ്. എന്നാൽ മേഡത്തിന് പാനിപ്പൂരി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്ക്. ചേട്ടാ പ്ലീസ്. എന്നാ ശരി, ഒരു 5 രൂപ കുറച്ച് തന്നേക്ക്. ഇതിപ്പോ വില കുറച്ച് തന്നാണെന്ന് 5 രൂപ കുറച്ചിട്ട് പോലും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇനി വില കുറയ്ക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ സന്തോഷം കൂടുന്ന വിധത്തിലും സങ്കടം കുറയുന്ന വിധത്തിലും വേണം വിൽക്കാൻ. എന്നാ ശരി, 10 രൂപ കുറച്ച് തന്നേക്ക് മാൻ. മാനല്ല, പൂച്ചകളാണ്. ഒരല്പം കൂടി കുറക്കുന്നേ. നല്ല ഗിഫ്റ്റ് കൊടുക്കുകയും വേണം, വില കുറയുകയും വേണം, അല്ലേ മാൻ? നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് കിട്ടും. ജ്ഞാനം പകർന്നു നൽകുന്നത് എന്റെ ജോലിയാണ്. സംശയമുണ്ടോ? ചേട്ടൻ അടിപൊളിയാണ്, തകർപ്പനാണ്, സുന്ദരനാണ്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, ചേട്ടനൊരു കച്ചവടക്കാരനേ അല്ല. വാട്ട് മാൻ? പിന്നെ ആരാ? പിഷക്കാരനോ? അത് പിന്നെ ചേട്ടനൊരു നല്ല കച്ചവടക്കാരനാണ്. മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുന്ന നല്ലൊരു കച്ചവടക്കാരൻ. കുറച്ചൊന്ന് കുറയ്ക്കുന്നേ പ്ലീസ്. ഇതിനപ്പുറം കുറയ്ക്കാൻ പറ്റില്ല മാൻ, സോറി. ഞാൻ കുറച്ചല്ലേ കഴിച്ചുള്ളൂ. പൂച്ചയാണ്. ഈ നെയ്യൊക്കെ കാണുമ്പോ സ്വാഭാവികമായിട്ടും കൺട്രോൾ പോവില്ലേ? ആഹാ, അടിപൊളി. ഇത് ഒരുപാട് നെയ്യുണ്ടല്ലോ. നമുക്കൊരു അല്പം എടുത്ത് കഴിച്ചാലോ? അതെ, പൂച്ചകളല്ലേ, ഒരല്പം കൊതിയുണ്ടാവും. വേണമെങ്കിൽ കുറച്ച് നീയും കഴിച്ചോ, കുറച്ച് ഞാനും കഴിക്കാം. എടാ, നീ കുറച്ചേ കഴിക്കത്തുള്ളൂ പറഞ്ഞിട്ട് ഒരുപാട് കഴിച്ചല്ലോ. എനിക്ക് കുറച്ച് മാത്രം തന്നു അല്ലേ? ഇത് അന്യായമാണ്.
നീയും കുറച്ചെടുത്ത് കഴിച്ചില്ലേ, അപ്പൊ ഞാനും കുറച്ച് കഴിക്കാം. അപ്പൊ സമാസമായില്ലേ? അയ്യോ, എന്താ ഇത്? ആകെ മൊത്തം നശിപ്പിച്ചില്ലേ? അതിനീ പാലാരാണ് നശിപ്പിച്ചു കളയുന്നത്? നമുക്ക് കുടിക്കാലോ. എന്നാ ശരി, അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഇത് പകുതി പകുതി വെച്ച് കുടിക്കണം. കടയിൽ പോയി കുറച്ചു നേരം കിടന്നുറങ്ങാം. ഇടാ കഴുതകളെ, വേഗം എഴുന്നേക്ക്. പോത്തുപോലെ കിടന്ന് ഉറങ്ങണോ? നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? ഞാനാണ് ഡോൺ, കഴിക്കും പാൻ. എടാ, എന്റെ പാർട്ടിക്കുള്ള പലഹാരങ്ങളൊക്കെ എവിടെ? സാർ, നിങ്ങൾ അതിഥിയാണ്, മഹാനാണ്, സുൽത്താനാണ്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ സാർ ഒരു ഡോണേ അല്ല. എന്താ? ചേട്ടൻ ഡോൺ ആണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ നിങ്ങൾക്ക്? അല്ലല്ല, ഞാൻ ഈ പറഞ്ഞു വന്നതേ നിങ്ങൾ ഈ ലോകത്തിന്റെ ഡോണാ, അതായത് ഏറ്റവും വലിയ